അമ്മു, നീ ഇപ്പം എന്താ പറഞ്ഞത്? അതേ ദേവേട്ട, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയണം. അമ്മു, നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? നിനക്കെന്താ വട്ടായോ? നീ എന്താ പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ? നീ ഈ പറഞ്ഞതൊന്നും അങ്കിളും ആൻറ്റിയും കേൾക്കണ്ട. തമാശ പറയുന്നതിലും ഒരു അതിരുണ്ട്. അത് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നിറമൊഴിയാലെ നോക്കുന്നവളെ കണ്ടു. അമ്മു, നിനക്കിത് എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നത്? അവൻ ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. ദേവേട്ട, ഞാൻ പറഞ്ഞത് തമാശയല്ല. അവരെൻ്റെ അച്ഛനും അമ്മയും അല്ല. 23 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും അമ്മയും എന്നെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അന്നു മുതൽ എന്നെ മകളായി കണ്ടു വളർത്തി. അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് ഞെട്ടി. അമ്മു, നിന്നോട് ആരിതൊക്കെ പറഞ്ഞത്? ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ അത് അപ്പം തന്നെ വിശ്വസിക്കുമോ? അവൻ അവളെ നെഞ്ചിൽ നിന്ന് മാറ്റി ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം ഞാൻ പൊട്ടിയൊന്നുമല്ല ദേവേട്ട. അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഒരിക്കൽ ഞാൻ കേട്ടു. അവരുടെ മകളല്ലെന്ന് അവർ തന്നെ പറയുമ്പോൾ പിന്നെ ഞാൻ അതെങ്ങനെ വിശ്വസിക്കാതിരിക്കും ദേവേട്ട? അവൾ പറഞ്ഞതും അവൻ അവളെ ചേർത്ത് നിർത്തി. അമ്മു, നീങ്ങ വാ. അവൻ അവളെ ചേർത്ത് പിടിച്ച് സിറ്റിയിൽ കൊണ്ടുപോയി ഇരുത്തി. അവൾക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു. അമ്മു, നീ ഒന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. അവളുടെ മനസ്സ് 2 വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു. അമ്മു, നിനക്കിന്ന് എന്താ ഇത്രയ്ക്ക് ധൃതി? കുറച്ചു കഴിഞ്ഞ് പോയാൽ പോരെ? അത് പറ്റില്ല എൻ്റെ സാന്ദ്രക്കുട്ടി. സാന്ദ്ര അമ്മുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 30ാം വാർഷികമാണ്. അന്ന് അടിച്ചു പൊളിക്കാനാണ് ഞാനും ചേച്ചിയും തീരുമാനിച്ചിരിക്കുക. ആഹാ, ഇന്ന് അങ്ങനെ ഒരു സംഭവമുണ്ടോ? എന്നിട്ട് എന്താ നീ ഇത് നേരത്തെ പറയാഞ്ഞത്? എടി, ഞങ്ങളിത് സർപ്രൈസായിട്ട് വെച്ചേക്കുക. എല്ലാ വർഷവും ഈ ദിവസം അച്ഛനും അമ്മയും ഒരുമിച്ച് അമ്പലത്തിൽ പോകും. ഉച്ചയ്ക്ക് സദ്യ വെക്കും. വേറൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചേച്ചി ഇന്ന് ലീവാണ്. അച്ഛനും അമ്മയും അറിയാതെ വേണ്ടതൊക്കെ ചേച്ചി അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ലീവാക്കാൻ പോയതാ. പിന്നെ ഞങ്ങൾ 2 പേരും ലീവ് എടുത്താൽ ചിലപ്പോൾ അവർക്ക് സംശയം ഉണ്ടാകും. അതാ. ഓ ഓ, അങ്ങനെ. എങ്കിൽ ശരി, മോള് പോയി അടിച്ചു പൊളിക്ക്. ഞാൻ പോട്ടെ. ഗൗതമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നടക്കട്ടെ. നീ ഇങ്ങനെ അവൻ്റെ ഒപ്പം കറങ്ങുന്നത് കൊള്ളാം. ലാസ്റ്റ് 2 കൂടി തല്ലി പിരിയരുത്. പട്ടി, നിന്റെ കരുനാക്ക് വളച്ച് വല്ലതും പറ. നീ അസൂയ പൊട്ടിയിട്ട് കാര്യമില്ല മോളെ. അതിനൊക്കെ ഒരു യോഗം വേണം. നിന്റെ പുറകെ എത്ര പേര് നടക്കുന്നത് നീ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? അതെ, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാ. എനിക്ക് അങ്ങനെ പ്രേമിച്ച് നടന്ന് കെട്ടുകയൊന്നും വേണ്ട. എനിക്ക് വേണ്ട കോന്നനെ എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ച് തന്നോളൂ. എന്നിട്ട് അങ്ങനെ ഞാൻ പ്രേമിച്ചോളാം. നിന്റെ ഒരു കാര്യം, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഞാൻ പോണു. ഇനി ലേറ്റായാൽ ഗൗതം എന്നെ കൊല്ലും. ഓക്കെ അമ്മു, ബൈ. നാളെ കാണാം. ഓക്കെ ഡേ. ചേച്ചി, എല്ലാം റെഡിയല്ലേ? എൻ്റെ അമ്മു, നീ ഇത് എവിടെയായിരുന്നു? നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. സോറി ചേച്ചിക്കുട്ടി, വരുന്ന വഴിക്ക് എൻ്റെ സ്കൂട്ടി ഒന്ന് പഞ്ചറായി, അതാ ലേറ്റായത്. ചേച്ചി, എല്ലാം റെഡിയല്ലേ? അച്ഛനും അമ്മയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, അവർ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അല്ല, നീ കേക്ക് വാങ്ങിയോ? വാങ്ങി, ദേ മേശപ്പുറത്ത് വെച്ചേക്കുന്നു. ശരി, ഞാൻ ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യട്ടെ. അപ്പോഴേക്ക് നീ പോയി അച്ഛനെയും അമ്മയും വിളിച്ചോണ്ട് വാ. അച്ഛനും അമ്മയ്ക്കും ഇത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരിക്കും. എപ്പോഴൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും അടിച്ചു പൊളിക്കണം. എവിടെ പോയി 2 ഇണക്കുരുവുകളെയും അവിടെ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ മുറിയിൽ കാണും. അവൾ മുറിയിലേക്ക് നടന്നു. മുറിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ട് അവൾ അവിടെ നിന്നു. എൻ്റെ രാധികെ, നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? നമ്മളിത് അമ്മുവിനോട് പറഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നീ ഒന്ന് ഓർത്തു നോക്ക്. നമുക്ക് എങ്ങനെ അവളുടെ മുഖത്ത് നോക്കി അവൾ നമ്മുടെ മകളല്ലെന്ന് പറയാൻ കഴിയും? ശിവരാമൻ പറഞ്ഞത് കേട്ട് അമ്മു ഞെട്ടി. നിനക്ക് അവളെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അവളില്ലാതെ നിനക്ക് പറ്റില്ലെന്ന് എനിക്കറിയാം. ശിവേട്ടൻ പറയുന്നതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. അവളില്ലാതെ എനിക്ക് പറ്റില്ല. കാരണം ശിവേട്ടനൊപ്പം അവൾ ഈ വീട്ടിൽ വന്ന അന്നു മുതൽ ഈ നെഞ്ചിലെ ചൂട് പറ്റിയ അവൾ വളർന്നത്. പ്രിയമോളേക്കാൾ ഞാൻ സ്നേഹിച്ചത് എൻ്റെ അമ്മുവിനെയാണ്. ഞാൻ മാത്രമല്ല, ശിവേട്ടനും നമ്മൾ 2 പേരും പ്രിയമോളോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹവും കരുതലുമൊക്കെ അമ്മുവിനാണ് കൊടുത്തത്. കാരണം അവൾ നമ്മുടെ മകളല്ലെന്ന് ഒരിക്കലും അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ശിവേട്ടനെന്ന് ഓർത്തു നോക്ക്. നമ്മുടെ മകളല്ലാഞ്ഞിട്ട് കൂടി അവളെ പിരിയുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. ഇപ്പോഴും അവർ അമ്മുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലോ? നീ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവളുടെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഞാനന്ന് ഒരുപാട് അന്വേഷിച്ചതല്ലേ. പക്ഷെ അവരെക്കുറിച്ചൊന്നും അറിയാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവളോട് ഈ സത്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശിവേട്ട, എന്നെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അവൾ ഇതെല്ലാം അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിലും നല്ലതല്ലേ നമ്മൾ തന്നെ തുറന്നു പറയുന്നത്. അതൊന്നും ഇപ്പോൾ വേണ്ട. എന്തായാലും അവളിപ്പോൾ നമ്മുടെ മകളാണ്. അമ്മുവിൻ്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് അറിയാത്തിടത്തോളം കാലം അവൾ ഒന്നും അറിയാൻ പാടില്ല. നീ ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അത്രയും കേട്ടതും
അവൾ നേരെ കുളപ്പടവിലേക്ക് ഓടി. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവൾ അവിടെ പോയിരിക്കും. അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണുനീർ അവിടെ എത്തിയത് മണപൊട്ടി ഒഴുകാൻ തുടങ്ങി. ഇല്ല, ഞാൻ ഇതൊക്കെ അറിഞ്ഞെന്ന് അവരൊരിക്കലും അറിയാൻ പാടില്ല. അതവർക്ക് വിഷമമാവും. പക്ഷെ എനിക്കറിയണം എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന്. അവൾ മുഖം കഴുകി അങ്ങോട്ടേക്ക് ചെന്നു. അവൾ എല്ലാം അറിഞ്ഞെന്ന് അവർ അറിയാതെ അവൾ നോക്കി. അത്രയും കേട്ടതും ദേവൻ എന്തു പറയണമെന്നറിയാതെ നിന്നു. അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്തു. അമ്മു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ഞാനില്ലേ നിന്റെ കൂടെ. ദേവേട്ട, പ്രിയേച്ചി. അവളുടെ പേര് പറഞ്ഞതും അവൻ അവളെ മാറ്റി നിർത്തി. എന്താ, അവളുടെ കാര്യം എന്തിനാ പറയുന്നത്? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അത് ചേച്ചി എന്നോട് ഇത്രയും നാൾ കാണിച്ച സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നു. എന്താ, അത് നീ എങ്ങനെ അറിഞ്ഞു? ചേച്ചിയുടെ കല്യാണത്തിൻ്റെ തലേന്ന് ചേച്ചിയെ കാണാനിട്ട് ഞാൻ മുറിയിൽ അന്വേഷിച്ചു വന്നു. പക്ഷേ ചേച്ചി മുറിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴാ ചേച്ചി പുറത്ത് നിൽക്കുന്നത് കണ്ടത്. ആരോട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. എന്താ ടെൻഷനിലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ ഞാൻ മാറി നിന്നു. മിനു, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എത്ര പ്രാവശ്യം എന്നാലാവും വിധം ശ്രമിച്ചു ആ നാശം പിടിച്ച അമ്മുവിനെ ഇവിടെ നിന്ന് ഇറക്കാൻ. പക്ഷെ ഒന്നും നടന്നില്ല. അവൾ ഈ വീട്ടിൽ കയറി വന്ന അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ ആരുമല്ലാതെ. അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ടാതെ. ഏതു നേരവും അവർക്ക് അവളെ മതി. ഒടുവിൽ എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നവൾ ഇവിടുത്തെ ആളും ഞാൻ പുറത്തു നിന്ന് വന്നവളുമായി. എനിക്ക് അവളെ കാണുന്നത് തന്നെ കലിയാണ്. പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നതായി അഭിനയിച്ചത്. അപ്പോഴും ഞാൻ അവളെ കൊല്ലാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ടു. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? അത്രയും കേട്ടതും അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. ചേച്ചിക്ക് എന്നോട് ഇത്രയും ദേഷ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ദേവേട്ട. എന്നോട് കാണിച്ച സ്നേഹമെല്ലാം അഭിനയമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ദേവേട്ടന് അറിയോ, ചേച്ചി ഒരിക്കൽ എൻ്റെ സ്കൂട്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചു കളഞ്ഞു. കോളേജിലേക്ക് പോയ ഞാൻ എത്തിയത് ഹോസ്പിറ്റലിലായിരുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ടു. അതുപോലെ പണ്ട് ഞാൻ കുളത്തിൽ കാലുവഴുതി വീണു. അന്ന് എൻ്റെ കൂടെ ചേച്ചിയും ഉണ്ടായിരുന്നു. അന്ന് അച്ഛൻ കണ്ടതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇതൊക്കെ ഞാൻ ചേച്ചിയുടെ ഡയറിയിൽ നിന്ന് അറിഞ്ഞത്. ടപ്പോ! അവൾ പറഞ്ഞു തീർന്നതും അവൻ്റെ കൈ അവളുടെ മുഖത്ത് പതിച്ചു. അവൾ മുഖം തടവിക്കൊണ്ട് അവനെ നോക്കിയതും അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ കത്തുകയായിരുന്നു. എന്നിട്ടാണോടെ ആ മോള് അവൾ വന്ന് കരഞ്ഞു കാണിച്ചപ്പോൾ ഈ താലി അഴിച്ചു വെച്ചിട്ട് നീ പോയത്? അവൾ വന്ന് കരഞ്ഞു കാണിച്ചപ്പോൾ അവൾ ചെയ്തതൊക്കെ നീ മറന്നോ? ദേവേട്ടൻ്റെ ഓരോ വാക്കിലും നല്ല ദേഷ്യമുണ്ടായിരുന്നു. അത് ദേവേട്ട, ചേച്ചി അന്ന് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നി. ദേവേട്ടനെ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നി. ഇതാണ് നിന്റെ പ്രശ്നം. അവൾ എന്ത് കാണിച്ചാലും നീ വിശ്വസിക്കും. അവൾ അന്ന് ഇവിടെ കാണിച്ചതും വെറൊരു അഭിനയം മാത്രമാണ്. നിന്നെ ഞാൻ കല്യാണം കഴിച്ചതും നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം വന്നതാ. നീ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കരുത്. അതിനുവേണ്ടി നീയും ഞാനും തമ്മിൽ അകലണം. അതായിരുന്നു അവളുടെ ഉദ്ദേശം. അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. അന്ന് നീ മുറിയിൽ കയറി വാതിലടച്ചില്ലേ? അവൾ വീണ്ടും എൻ്റെ മുന്നിൽ വന്ന് കുറെ കരഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി അത് അഭിനയമാണെന്ന്. അവൾക്ക് മുഖം അടിച്ചൊരു അടി കൊടുത്തിട്ടാ ഞാൻ അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. പക്ഷെ എനിക്ക് അവളുടെ ഉദ്ദേശം അറിയണം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവൾ അറിയാതെ പുറകെ പോയി. അവൾ പറഞ്ഞില്ലേ വിനീത് അവളെ ചതിച്ചെന്നും അവന് വേറെ ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നൊക്കെ. എല്ലാം കള്ളമാണ്. അവൾ ഇപ്പോഴും അവൻ്റെ കൂടെയാണ്. നിന്നോടുള്ള പക തീർക്കാനാണ് കള്ളക്കണ്ണീറായിട്ട് വന്നത്. അത് പറയാൻ വന്നപ്പോൾ അവൾ ലെറ്ററും എഴുതി താലിയും അഴിച്ചു വെച്ച് പോയേക്കുന്നു. ദേവേട്ട, സോറി. അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ അമ്മക്കുട്ടി കരയണ്ട. എൻ്റെ മോള് പോയി ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്. ദേവേട്ടൻ എവിടെ പോകുന്നു? ഞാനല്ല, നമ്മൾ പോകുന്നു നാട്ടിലേക്ക്. നിന്റെ അച്ഛനും അമ്മയും പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ട് തിരികെ നമ്മൾ വരൂ. അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. നീ ചെന്നെല്ലാം റെഡിയാക്ക്. ഞാൻ ഹോസ്പിറ്റൽ ലീവാണെന്നുള്ളത് അറിയിക്കട്ടെ. അതും പറഞ്ഞ് അവൻ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. ദേവേട്ട, തൽക്കാലം ദേവേട്ടൻ്റെ വീട്ടിൽ ഈ കാര്യമൊന്നും പറയണ്ട. നമ്മൾ വെറുതെ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ വെറുതെ അവരെയും കൂടി വിഷമിപ്പിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓ, സമ്മതിച്ചു. എല്ലാം എൻ്റെ ഭാര്യ പറയുന്നത് പോലെ. നീ കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് തരണം? ഞാൻ ട്രൈ ചെയ്യുന്നതിനിടയിൽ നീ ഇങ്ങനെ ചീവീട് മൂളും പോലെ മൂളിയാൽ നമ്മൾ വല്ല ഹോസ്പിറ്റലിലായിരിക്കും എത്തുന്നത്. ദേവേട്ടാ, അവൾ ദേഷ്യത്തിൽ വിളിച്ചു. സോറി, നീ കുറച്ചു നേരം വല്ല പാട്ടും കേട്ടിരിക്കെ. നമ്മൾ എന്തായാലും എത്താറായല്ലോ. ശരി. ഇനി ദേവേട്ടൻ പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ട. അവൾ അതും പറഞ്ഞ് ഫോണിൽ പാട്ടും വെച്ചിരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ മേലെപ്പാട്ടെത്തി. മോനെ ദേവ, എന്താ നിങ്ങളൊരു മുന്നറിയിപ്പില്ലാതെ ഒന്ന് വിളിക്കുകൂടി ചെയ്തില്ലല്ലോ? അവരെ കണ്ടത് മാധവൻ ചോദിച്ചു. ഒന്നുമില്ലാച്ചാ, ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, അതാ, ദേവൻ പറഞ്ഞു. എന്തായാലും വന്ന കാലം നിൽക്കാതെ നിങ്ങൾ അകത്തേക്ക് വാ. അച്ഛാ, അമ്മ എവിടെ? അവൾ അകത്തുണ്ട്. മക്കൾ കയറി വാ. അവർ രണ്ടുപേരും മാധവനൊപ്പം അകത്തേക്ക് കയറി. എല്ലാവരോടും കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവർ മുറിയിലേക്ക് പോയി. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അവർ എല്ലാവരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു.
അച്ഛാ, ഞങ്ങൾ നാളെ ഒന്ന് അമ്മുവിൻ്റെ വീട് വരെ പോയാലോ എന്ന് ആലോചിക്കുക. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ദേവൻ പറഞ്ഞു. ആ, നല്ല കാര്യം മക്കളെ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കുറച്ചായില്ലേ. നാളെ എന്തായാലും അവിടെ വരെ ഒന്ന്. അച്ഛൻ പറഞ്ഞത് ശരിയാ. മോൾക്കും കാണും അങ്ങോട്ട് പോകാൻ ആഗ്രഹം. മാധവൻ പറഞ്ഞത് ഗായത്രിയും ശരിവെച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അന്നത്തെ ആ ദിവസം അവർ അവിടെ അടിച്ചു പൊളിച്ചു. എൻ്റെ അമ്മു, നീ ഇത് എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? നമ്മൾ കല്യാണത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്, നിന്റെ വീട്ടിലേക്കല്ലേ? അതല്ല ദേവേട്ട, എനിക്ക് ഇന്നെന്തോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. എനിക്ക് അറിയേണ്ടതെല്ലാം ഇന്ന് അറിയാൻ പറ്റുമെന്ന് മനസ്സ് പറയുന്നു. അതിനെങ്ങനെ ഒരുങ്ങണോ? വെറുതെ മനുഷ്യൻ്റെ കൺട്രോൾ കളയാൻ? ഓ, അത് പറ. നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്തതിന് ഞാനെന്ത് ചെയ്തു? ഇനി അതും പറഞ്ഞ് തല്ല് പിടിക്കണ്ട. വാ, ഇറങ്ങാൻ നോക്ക്. അവർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.